നമസ്കാരം. വൈപ്പിൻ ദ്വീപിലെ ആദ്യത്തെ അണ്ടർ 14 പ്രൊഫഷണൽ ക്രിക്കറ്റ് മത്സരം VCA കപ്പ് ടൂർണമെന്റിന് തുടക്കമായി. വൈപ്പിൻകരയിൽ ആദ്യമായാണ് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ടൂർണമെന്റിലേക്കുള്ള കുട്ടികളുടെ ആദ്യ കാൽവെപ്പ് തന്നെയാണ് അണ്ടർ 14 ടൂർണമെന്റുകൾ. എറണാകുളം ജില്ലയിലുടനീളം നിരവധി മത്സരങ്ങൾ നടക്കുന്നുവെങ്കിലും വൈപ്പിൻകരയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത്. വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ടൂർണമെന്റിൽ എറണാകുളം ജില്ലാ അസോസിയേഷന്റെ കീഴിലുള്ള പ്രമുഖരായ 4 ടീമുകളാണ് പങ്കെടുക്കുന്നത്. എളന്തപ്പുഴ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ സിനിമാ താരം സാജു നവോദയ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണ് മുമ്പോട്ടുള്ള ഇനി വളർച്ചയിൽ മുഴുവനും നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റികളും കിട്ടും. ഇതുപോലെ പല ആൾക്കാരും വരും നിങ്ങളെ സമീപിച്ച് പല സ്ഥലങ്ങളിലേക്ക്. പക്ഷേ ശരി ഏതാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ പോണ ആൾക്കാരാണ് ശരി. ഗ്രൗണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യം. പഠനമായിരിക്കണം, മറ്റൊരു ആക്ടിവിറ്റീസിലേക്കും കിടക്കരുത്. അപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് പാഷനാക്കി എടുക്കുക, അത് നല്ല ലഹരിയായിട്ട് എടുക്കുക. ഈ പറഞ്ഞ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ കോച്ചാണെങ്കിലും ബാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും അവർ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. അല്ലാതെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും അല്ലേ? ഉണ്ടാ മനസ്സിലായ? നമ്മുടെ വീട്ടിൽ വളർന്ന ഒരു റോസാപ്പൂവാണ് നമ്മൾ അച്ഛനും അമ്മയും ചെടി നട്ട് വളർത്തി അത് വളർന്ന് വലുതായി അതിൽ പൂക്കൾ ഉണ്ടായി. ആ പൂക്കൾ വിരിഞ്ഞു പോകുമ്പോൾ ആ പൂവിൻ്റെ മണം ശ്വസിക്കാൻ അതുപോലെ ആ പൂ പറിച്ചെടുക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ വരും. പക്ഷെ നമ്മൾ അതിലൊന്നും വീഴരുത്. നമ്മളെപ്പോഴും ആ ചെടിയിൽ നിന്ന് തന്നെ പൂക്കൾ കൊഴിഞ്ഞ് അതിൽ നിന്ന് വിത്തുണ്ടായി പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടും അതുപോലെ ഈ പറയുന്ന ആൾക്കാർ നമ്മൾ നല്ല വഴിക്ക് പോകണം ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഒരു കരുതലുണ്ടാവണം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് പല കൂട്ടുകെട്ടിലും ഒരിക്കലും പോകരുത്. ക്രിക്കറ്റ് ആയിരിക്കണം നമ്മുടെ പാഷൻ, ഫുട്ബോൾ ആയിരിക്കണം നമ്മുടെ പാഷൻ, ഫുട്ബോൾ ആയിരിക്കണം നമ്മുടെ ലഹരി, ക്രിക്കറ്റ് ആയിരിക്കണം ലഹരി, ഗ്രൗണ്ട് ആയിരിക്കണം ലഹരി. കേട്ടോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. വൈപ്പിംഗിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വൈപ്പിംഗ് ക്രിക്കറ്റ് അക്കാഡമി ഇതുപോലത്തെ ഒരു ടൂർണമെൻറ്റ് ആദ്യമായിട്ടാണ് നടത്താം. ഇതിപ്പോൾ 4 ടീമാണ് ഉള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു എഫേർട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനായി തന്നെ വൈപ്പിംഗ് ക്രിക്കറ്റ് അക്കാഡമിക്ക് ആ ഒരു ഇതിന് തന്നെ ഒരു താങ്ക്സ്. കാരണം ഈ അണ്ടർ 14 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇതുപോലെ കുറേ ടൂർണമെൻറ്റ് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും വൈപ്പിംഗ് ക്രിക്കറ്റ് അക്കാഡമി. നമസ്കാരം. ഇത് വൈപ്പിംഗിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ്. കാര്യം നമ്മൾ എല്ലാം വലിയ കുട്ടികൾക്ക് വേണ്ടി സീനിയേഴ്സിന് വേണ്ടിയുള്ള ടൂർണമെൻറ്റ്സാണ് പലയിടത്തും നടക്കുന്നത്. ഇത് അണ്ടർ 14 കാറ്റഗറിയിൽ നടക്കുന്ന ആദ്യത്തെ ടൂർണമെൻറ്റാണ്. ഇത് പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ ആദ്യത്തെ ടൂർണമെൻറ്റ് എന്നുള്ള നിലയിൽ നമ്മളൊരു 4 ടീമുകളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വരും വർഷങ്ങളിൽ കേരളത്തിലെ വിവിധ മേഖലയിലുള്ള അതായത് തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ഒരു ഓൾ കേരള ടൂർണമെൻറ്റാണ് നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയിൽ 4 ടീമുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മൈക്കുണ്ട്, RM അക്കാഡമി ഉണ്ട്, അതുകൂടാതെ പച്ചാളം ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, പിന്നെ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട്. പക്ഷേ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയിലാണ് 25 ഓവർ വീതമുള്ള ലീഗ് മാച്ചുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത്. വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ വലിയ സ്കോറുകൾ നേടാനായിട്ടും അല്ലെങ്കിൽ ബോളേഴ്സ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കാനുള്ള ഒരവസരങ്ങൾ ഈ ടൂർണമെൻറ്റിലൂടെ ഉണ്ടാവും. അതിലൂടെയൊക്കെയാണ് സെലക്ഷൻ കമ്മിറ്റി അവരെ സെലക്ഷന് വേണ്ടി പ്രാപ്തരാക്കുന്നത്. കൂടാണ്ട് ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ ഇനിയും പല ക്ലബ്ബുകളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ നടത്താനായിട്ട്. അപ്പോൾ അവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാര്യം നമ്മുടെ എളന്തപ്പുഴ ഗ്രൗണ്ട് എല്ലാത്തിനും സൗകര്യമുള്ളൊരു ഗ്രൗണ്ടാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റ് കണ്ടെത്താനായിട്ട് നമ്മുടെ നാട്ടിലെ മറ്റ് ക്ലബ്ബുകളും തയ്യാറെടുക്കണം എന്ന് മാത്രം പറയുന്നു. പിന്നെ ഈ നാട്ടിലുള്ള മറ്റ് ചെറിയ ക്രിക്കറ്റ് ക്ലബ്ബുകളുടെ സഹകരണവും ഈ ടൂർണമെൻറ്റായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം കുട്ടികളിലൂടെ മാത്രമേ നമുക്ക് ക്രിക്കറ്റിൻ്റെ മറ്റൊരു രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ലബ്ബുകളുടെയും സഹകരണം ഈ ടൂർണമെൻറ്റ് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി പ്രസിഡന്റ് ടോമി കിരിയാന്തൻ അധ്യക്ഷത വഹിച്ചു. അണ്ടർ 19 കേരള താരവും മുൻ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി താരവുമായ അപ്പു പ്രകാശ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി ചീഫ് കോച്ച് PS മനോജ്, സോബേഴ്സ് ക്രിക്കറ്റ് ക്ലബ് സെക്രട്ടറി ജോർജ് ബാബു, മൈക്ക ക്രിക്കറ്റ് ക്ലബ് പ്രതിനിധി രജനീകാന്തൻ, പച്ചാളം CC ക്ലബ് പ്രതിനിധി PJ പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 21 മുതൽ 25 വരെ തീയതിയിൽ നടക്കുന്ന ആവേശോജ്വലമായ മത്സരത്തിൽ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട 4 ടീമുകളായ മൈക്ക മട്ടാഞ്ചേരി, RM ക്രിക്കറ്റ് അക്കാദമി, പച്ചാളം CC, വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമി തുടങ്ങിയ ടീമുകളാണ് പങ്കെടുക്കുന്നത്. വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വം നടത്തുന്ന ഈ ടൂർണമെന്റിൽ ലീഗ് അടിസ്ഥാനത്തിൽ 1ഉം 2ഉം സ്ഥാനത്തെത്തുന്ന ടീമുകൾ തമ്മിൽ ഏപ്രിൽ 25-ന് ഫൈനൽ മത്സരവും നടക്കും. വൈപ്പിൻകരയിലെ നിരവധിയായ കുട്ടികൾക്ക് ഇത് വലിയൊരു അവസരമാണ് തുറന്നുകൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു ടൂർണമെന്റുമായി വൈപ്പിൻകരയിലെ കുട്ടികൾക്ക് വലിയൊരു അവസരമുണ്ടാക്കിയ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാദമിക്കും ഇതിനോട് സഹകരിക്കുന്ന എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഡെയിലി വാർത്തയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഡെയിലി വാർത്ത.